നമസ്കാരം. ഹയർ സെക്കൻഡറി കെമിസ്ട്രി മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇതിൽ ഓരോ പാർട്ടും ഫോക്കസ് നോൺ ഫോക്കസ് ഏരിയകളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ പാറ്റേൺ മനസ്സിലാക്കുന്നതിനും ക്വസ്റ്റൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിനും വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. പാർട്ട് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ എ സെക്ഷനിൽ എ ഭാഗത്തിൽ നമുക്ക് 9 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഇതിൽ 5 എണ്ണം മാത്രമേ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ളത് ചോയ്സ് ആയിട്ട് തരുന്നതാണ്. 9ൽ 5 എണ്ണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെറോ മാഗ്നറ്റിക്? സോഡിയം ക്ലോറൈഡ്, MnO, കൊബാൾട്ട്, H2O. ഇതിൽ കൊബാൾട്ട് ആണ് ഫെറോ മാഗ്നറ്റിക്. സോഡിയം ക്ലോറൈഡ് ഡയാമാഗ്നറ്റിക് ആണ്, H2O ഡയാമാഗ്നറ്റിക് ആണ്, MnO ആന്റി ഫെറോ മാഗ്നറ്റിക് ആണ്. So answer is B, that is ferromagnetic. Then the second question, the electrolyte used in lead storage battery is? lead storage cellile electrolyte ആയിട്ട് യൂസ് ചെയ്യുന്ന 38% sulfuric acid. 38% sulfuric acid solution. The third question, the concentration term that varies with the temperature. Temperature dependent ആയിട്ടുള്ള concentration term താഴെ തന്നിരിക്കുന്നത്. Mass percentage, molality, mole fraction, then molarity. A mass percentage, then mole fraction, then molality. ഇത് മൂന്നും മാസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മൊളാരിറ്റി ആണ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദ വോളിയം ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഡിപെൻഡന്റ് വൺ. അപ്പോൾ കോൺസെൻട്രേഷൻ ടേം ഇവിടെ ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആയിട്ടുള്ളത്, ഓർ ദാറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ ആയിട്ടുള്ളത് മൊളാരിറ്റി ആണ്. The fourth question, the unit of rate constant of a first order reaction. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് സെക്കൻഡ് റേസ് മൈനസ് 1 ആണ്, ബൈ ഹാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ജനറൽ ഇക്വേഷൻ പഠിച്ചിട്ട് മോൾ ലിറ്റർ റേസ് മൈനസ് 1 ഓൾ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് റേസ് മൈനസ് 1. അത് കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് റേസ് മൈനസ് 1. n ഈസ് ദ ഓർഡർ. അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് റേസ് മൈനസ് 1. ഇവിടെ n എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റേസ് മൈനസ് 1 കിട്ടും. അതുപോലെ തന്നെ സീറോ ഓർഡർ സെക്കൻഡ് ഓർഡർ തുടങ്ങിയവയ്ക്ക് നമുക്ക് ഇതേപോലെ യൂണിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ മെറ്റൽ ദാറ്റ് ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ മോൺസ് പ്രോസസ്. ഓക്കെ, ദാറ്റ് ഈസ് നിക്കൽ. ഇതൊരു വേപ്പർ ഫേസ് റിഫൈനിങ് മെത്തേഡ് ആണ്. അതിൽ 2 തരം മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മോൺസ് പ്രോസസ്സും വാൻ ആർക്കൽ മെത്തേഡും. ഇതിൽ മോൺസ് പ്രോസസ്സ് നിക്കലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്? താഴെ തന്നിരിക്കുന്നതിൽ മാക്രോമോളിക്കുലർ ആയിട്ടുള്ളത് ഗോൾഡ്, സൾഫർ, റബ്ബർ ലാറ്റക്സ്, AS2S3. ഗോൾഡ് ഒരു മൾട്ടി മോളിക്കുലർ ആയിട്ടുള്ള കൊളോയിഡൽ സോൾ ആണ്. സൾഫർ സോൾ ഒരു മൾട്ടി മോളിക്കുലർ ആയിട്ടുള്ള കൊളോയിഡൽ സോൾ ആണ്. AS2S3 അതുപോലെ തന്നെ. റബ്ബർ ലാറ്റക്സ് ആണ് ഇതിൽ നമുക്ക് മാക്രോ മോളിക്കുലർ ആയിട്ട് നമുക്ക് 3 നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, മൾട്ടി മോളിക്കുലർ, മാക്രോ മോളിക്കുലർ, അസോസിയേറ്റഡ് കൊളോയിഡ്. സോ ദ ആൻസർ ഈസ് റബ്ബർ ലാറ്റക്സ്. Then the carbyl amine reaction is given by? Carbyl amine reaction എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമൈൻസ് with chloroform and ethanolic potassium hydroxide. With chloroform and ethanolic potassium hydroxide form isocyanates or carbyl amines. So the answer in this one is primary amine, that is CH3NH2. The eighth one, find the product formed when aldehyde react with CH3MgCl. CH3MgCl, alkyl magnesium halide, that is Grignard reagent. So a Grignard reagent react with various aldehydes. Formaldehyde gives primary alcohol, other aldehyde gives secondary alcohol, ketones are giving tertiary alcohols. So the answer in this one is primary alcohol, ethanol. Right. Then the ninth one, the chemical formula of phosgene. Phosgene is COCl2. COCl2. It is a poisonous gas which is by the reaction of chloroform on oxidation in presence of light. Oxidation of chloroform in presence of light. That is product is COCl2. Then the B part, we have to answer 10 to 13. The question number from 10 to 13. We have 4 questions and we have to answer all these 4 questions. We have to answer all these 4 questions and each carries 1 score. Which of the following base is not present in RNA? Out of these choices, it is not present. That is thymine. That is thymine.
In DNA, the various bases are ATGC, adenine, thymine, guanine, cytosine. Whereas in RNA, it is AUGC, where U is uracil. So we have 4 choices: adenine, guanine, thymine, and uracil. And that is not present in RNA is thymine, right? You can remember this one, right? ATGC, that is DNA, DT, right? Then the 11th one, the compound required for the preparation of bakelite. Bakelite is phenol formaldehyde resin. So here we have the answer B, phenol formaldehyde. Melamine formaldehyde is there. That is known as Melmac. Melamine formaldehyde resin. This Melmac. Then saccharin is used as an artificial sweetener. It is used as an artificial sweetener. The 13th one, during galvanization, the iron surface is coated with. Galvanization is coating iron with zinc. Then to the next part, part 2. Each and every part having 2 sessions. First A and second B. ഇതിൽ അതിൻ്റെതായിട്ടുള്ള ചോയ്സ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ. Part 2, session A. Answer any 2 questions from 14 to 17. Okay. And each carries 2 scores. Distinguish between order and molecularity of chemical reaction. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ. റേറ്റ് ലോയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസ് എഴുതുന്നേരം പവർ ആയിട്ട് എഴുതിയത്. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആയിരിക്കും ആ പവർ എന്ന് പറയുന്നത്. അത് കൂട്ടിയാൽ കിട്ടുന്നതാണ് സം ഓഫ് ദ പവേഴ്സ്. പക്ഷെ അതൊരിക്കലും 0 ആവില്ല, അതൊരിക്കലും ഫ്രാക്ഷണലും ആവില്ല. സോ ദീസ് ആർ ദ 3 പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ്. Then the molecularity, it is the total number of reactant species collide simultaneously in a chemical reaction. ഒരേ സമയം കൂട്ടിമുട്ടുന്ന റിയാക്ടന്റ് സ്പീഷീസിന്റെ എണ്ണം. അത് സ്വാഭാവികമായിട്ടും നമുക്കൊരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ തിയറട്ടിക്കൽ ക്വാണ്ടിറ്റി. അതൊരിക്കലും 0 ആവില്ല, ഒരിക്കലും ഫ്രാക്ഷണലും ആവില്ല. കാരണം 0 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യില്ല, അതുപോലെ തന്നെ പകുതി അല്ലെങ്കിൽ അങ്ങനെ ഫ്രാക്ഷണൽ ആയിട്ടുള്ള മോളിക്യൂൾസും കൊളൈഡ് ചെയ്യില്ല. സോ ദാറ്റ് കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. So these are the differences, main differences. What is lanthanoid contraction? Mention any one consequence of it. ഇത് 2 ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് അടുത്തത് വിട്ടുപോകും. So you don't forget to answer these two sessions. The first, what is lanthanoid contraction? The regular decrease in the atomic and ionic radii along lanthanoid series. Lanthanoid സീരീസിലെ regular decrease in the atomic and ionic radii. അതിനെയാണ് നമ്മൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റ് സീരീസ് ഹാവ് സിമിലർ റേഡിയസ്. സെക്കൻഡ് തേർഡ് സീരീസിൽ ഡി ബ്ലോക്കിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ഇതിന് ആൾമോസ്റ്റ് സിമിലർ റേഡിയസ് വരുന്നത് ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ കൊണ്ടാണ്. ലാന്തനോയിഡ്സ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദേ ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ആസ് വെൽ ആസ് സൈസസ് എക്സെട്ര. സോ ദേ occur together in nature. So their separation is difficult. ഇവയുടെ സൈസ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഏതാണ്ട് സിമിലർ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യല്, ഇവയിലുള്ള പല എലിമെന്റ്സും ഒന്നിച്ചാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ അവയെ സെപ്പറേറ്റ് ചെയ്തെടുക്കല്, ഐസൊലേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നാണ് അടുത്ത കോൺസിക്വൻസ്. ആൻഡ് ദ 16th question, what is the chemical name of Hinsberg reagent and what is its use? അതേപോലെ തന്നെ 2 ചോദ്യം ഒന്നിച്ച് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഷൻ ആൻസർ ചെയ്യാൻ വിട്ടുപോയത്. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഇത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ദ 3 ടൈപ്സ്, പ്രൈമറി, സെക്കൻഡറി ഓർ ടെർഷ്യറി. ഇവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.1 molar glucose solution at 27 degrees Celsius where R is given. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, Phi is equal to CRT. സി എന്ന് പറയുന്ന ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, അത് 0.1 ആണ് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 0.082 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ടി ഡിഗ്രി സെൽഷ്യസിലാണ്, നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് 300 കെൽവിൻ ആക്കി. Then just substitute all these values, 0.1 into 0.082 into 300. And it is in pressure, in terms of pressure, so the unit is atmospheric pressure, 2.46 atmospheric pressure. In the B section, answer any 2 questions from 18 to 20 with 2 marks, 2 scores.
18th 18th one, explain the behavior of conductor and insulator using band theory. Band theory ഉപയോഗിച്ചിട്ട് ഈ കണ്ടക്ടറും ഇൻസുലേറ്ററും എന്താണ് എന്ന് അവയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടക്ടേഴ്സ് നമുക്കറിയാം കണ്ടക്ടിവിറ്റി ധാരാളമായി കാണിക്കുന്നതാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് അല്ലാത്തതാണ്. അതിനെ നമ്മൾ ബാൻഡ് തിയറി ഉപയോഗിച്ചിട്ട് ഇൻ കണ്ടക്ടേഴ്സ് ദ വാലൻസ് ബാൻഡ് ആൻഡ് ഈസ് ഐദർ പാർഷ്യലി ഫിൽഡ് ഓർ ഇറ്റ് ഈസ് ഓവർലാപ്ഡ് വിത്ത് ദ കണ്ടക്ഷൻ ബാൻഡ്. ഇത് നമ്മൾ ആദ്യത്തെ ഇത് തന്നെ ഇവിടെ കൊടുത്തത് ബ്ലാക്ക് ആൻഡ് ചെയ്തതാണ് നമ്മൾ ഫീൽഡ് ബാൻഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് എൻ്റെ ബാലൻസ് ബാൻഡ് ആയിട്ട്. എൻ്റെ മുകളിൽ നമ്മൾ ഈ ഷെയ്ഡ് ഇല്ലാത്തത് എൻ്റെ കണ്ടക്ഷൻ ബാൻഡ് ആണ്. If these two, valence band and the conduction band, are overlapped or they are very close with each other or partially filled, they are conductors. Okay. ഇതിന്റെ കണ്ടക്ഷൻ ബാൻഡും ഈ പറഞ്ഞ ബാലൻസ് ബാൻഡും വലിയൊരു ഗ്യാപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, if there is a large gap between the valence and conduction band, and that is an insulator. If they are overlapped, the electrons can easily pass from the valence band to the conduction band. If a large energy gap is there, and that gap is also known as forward band gap. If a large energy gap is there, no electrons can move from the valence band to the conduction band. അത്രയും എനർജി ആ ഇലക്ട്രോൺസിന് ഉണ്ടാവില്ല, അതുകൊണ്ട് they cannot move to the conduction band, so it cannot conduct electricity. So that is a explanation for these conductors and insulators according to band theory. How is potassium permanganate prepared? എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ഓർ ആയിട്ടുള്ള പൈറോഡ് സൈറ്റിൽ നിന്നാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് MnO2. First, MnO2 is fused with potassium hydroxide in presence of oxygen to form potassium manganate. Potassium manganate, K2MnO4, not KMnO4, K2MnO4. And this K2MnO4 is oxidized. K2MnO4 is oxidized to KMnO4. K2 oxidized to KMnO4 by electrical oxidation in alkaline medium. So it is a two-step process. One is reaction with potassium hydroxide in presence of oxygen, and second one is the oxidation, electrolytic oxidation of potassium manganate. Write the two stages involved in the conversion of aniline to phenol. Aniline to phenol. Aniline, that is benzene with NH2. When it is treated with nitrous acid, NaNO2, which is obtained by mixing NaNO2 and HCl, NaNO2 and HCl, at 0 degree to 5 degrees Celsius, that is 273 to 278 Kelvin. It is ice cold temperature. We can call it as ice cold temperature. We can diazotize that aniline to form benzene diazonium chloride. That is a diazotization process. Then this one warm with water, just increase from 5 degree. That is enough. That converted to phenol. Benzene diazonium chloride on warming with water to form phenol. Right. So that is the method to convert aniline to phenol. Part 3, section A, answer any 3 questions from 21 to 24. Part 3 having each question carries 3 marks. So 3 questions with 3 scores. Right. Distinguish between Schottky and Frenkel effect. Schottky Frenkel effect distinguish. Schottky defect, it is because of the missing of equal number of anions and cations from the corresponding lattice sites. തുല്യ എണ്ണം ആനിയോണും കാറ്റിയോണും നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട്, ഓക്കെ, അങ്ങനെ നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ലാറ്റിസ് സൈറ്റിൽ നിന്ന് കുറെ മാസ് നഷ്ടപ്പെടായിട്ട് കണക്കാക്കാം. സ്വാഭാവികമായിട്ടും that decreases the density of the solid. And it is shown by ionic crystals. അതുകൊണ്ടാണല്ലോ ആനിയോൺസ് കാറ്റിയോൺസ് എന്ന് പറഞ്ഞത്. In which the anionic and cationic sizes are almost equal. ആനിയോൺസിന്റെയും കാറ്റിയോൺസിന്റെയും സൈസ് ഏതാണ്ട് തുല്യമായിട്ട് വരുന്ന കേസുകളിലാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഇങ്ങനെയല്ല. ഫ്രെങ്കൽ ഡിഫക്റ്റ് മിസ്പ്ലേസിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് മിസ്സിംഗ്, ഇറ്റ് ഈസ് മിസ്പ്ലേസിംഗ് ഓഫ് എ കാറ്റിയോൺ ഫ്രം ദ ആക്ച്വൽ സൈറ്റ് ടു ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് ഇടയ്ക്കുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ മിസ്പ്ലേസിംഗ് എന്ന് പറയും. ഒന്നും നഷ്ടപ്പെടുന്നില്ല. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഇവിടെ ഈ കാറ്റിയോണിന് ഇരിക്കാൻ പറ്റിയ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആയിരിക്കണം, ഗ്യാപ്പ് ആയിരിക്കണം ആ ലാറ്റിസ് സൈറ്റിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ cations are smaller. The ion is always in this, there is a large difference in the size of these ions. ഒരേ സൈസ് ആയാൽ ആ ഗ്യാപ്പ് അത്രയും കിട്ടില്ല. അതുകൊണ്ട് വലിയ സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് പോസിബിൾ ആവൂ.
20 seconds. A first order reaction is 90% completed in 20 seconds. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 90% പൂർത്തിയായി ഇൻ 20 seconds. ഫൈൻഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഹാഫ് ലൈഫ് പീരീഡ്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കണം. ഇവിടെ 90% കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇഫ് യു ഹാവ് 100, now 90 is completed. So the remaining quantity is only 10. അതാണ് the leftover is 10. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് 90% ഇനിയും ഉണ്ട് എന്ന് പറയുന്നത് വേറെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കൃത്യമായിട്ട് വായിക്കണം. So we have the equation k is equal to 2.303 by t log r0 by r. Log r0 by r. So for 90% completion, r0 is 100, r is 90. 90, 100 minus 90, that is 10. So 2.303 by t log 100 by 10. Where t is 20 seconds. So you substitute all these one, you will get k is equal to 0.115 second raised to minus 1. Since it is a first order reaction, its unit is second raised to minus 1. Half-life period T half is equal to 0.693 by k. So substitute the value of k here. Then T half is equal to 6.026 second. So that is the one. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ മതി. വാട്ട് ഈസ് വില്യംസൺ സിന്തസിസ്? ഹൗ ഈസ് ഇറ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ മെത്തോക്സിബെൻസീൻ? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ മറന്നു പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടുക. അതിനുശേഷമുള്ള രണ്ടാമത്തെ പാർട്ട് എഴുതി കഴിഞ്ഞ ശേഷം ടിക്ക്. വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൽ ഹാലിഡും സോഡിയം ആൽക്കോക്സൈഡ് അല്ലെങ്കിൽ അതുപോലത്തെ ആൽക്കോക്സൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ഇറ്റ് ഈസ് ടു പ്രിപ്പയർ ഈഥറിന്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ളതാണ് വില്യംസൺ സിന്തസിസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വില്യംസൺസ് ഈഥർ സിന്തസിസ്. ഓക്കെ, സോ ആൽക്കൈൽ ഹാലിഡ് RX പ്ലസ് സോഡിയം ആൽക്കോക്സൈഡ് RONA. Okay, so NaX to form ROR, that is ether. So it is Williamson's ether synthesis. So we completed the first session. And the second one, how is it used to prepare methoxybenzene? അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് ആയിട്ട് ഇക്വേഷൻ എഴുതിയാൽ മതി. ആദ്യം മെത്തോക്സിബെൻസീൻ എഴുതാം. മെത്തോക്സിബെൻസീൻ എഴുതാം C6H5OCH3. ഓക്കെ, ഇനി അതിന്റെ റിയാക്ടന്റിലേക്ക് പോയാൽ മതി. ഇതിന്റെ റിയാക്ടന്റ് ആയിട്ട് നമ്മളിവിടെ CH3Br അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലിഡ് ആണ് ഉപയോഗിക്കുന്നത്. അരൈൽ ഹാലിഡ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ആൽക്കൈൽ ഹാലിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, CH3Br പ്ലസ് സോഡിയം ഫിനോക്സൈഡ് C6H5ONA. അത് റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഏതാണെന്നുള്ളത്. ഓക്കെ, and what is Riemann-Tiemann reaction, 24th one. And there is a second question. Second question ഇവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മാർക്കില്ല, മറിച്ച് എഴുതാതിരുന്നുവെങ്കിൽ നമ്മൾ മറന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇടാം. ഐഡന്റിഫൈ ദ പ്രോഡക്ട്സ് ഫോംഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. അപ്പോൾ എന്താണ് Riemann-Tiemann റിയാക്ഷൻ? Riemann-Tiemann റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോൾ വിത്ത് ക്ലോറോഫോം ഇൻ ആൽക്കലൈൻ മീഡിയം. ഫീനോൾ വിത്ത് ക്ലോറോഫോം ഇൻ ആൽക്കലൈൻ മീഡിയം. ഓക്കെ, ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് സാലിസിലാൽഡിഹൈഡ്. ഫീനോളിന്റെ ഓർത്തോപൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് വരുന്നത്. OHന്റെ ഓർത്തോപൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് വരുന്നതാണ് നമ്മളിവിടെ Riemann-Tiemann റിയാക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഐഡന്റിഫൈ ദ പ്രോഡക്ട്സ് ഫോംഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. ഫീനോൾ ബ്രോമിൻ വാട്ടറുമായിട്ട് 2,4,6 ട്രൈബ്രോമോഫീനോൾ 2,4,6 ട്രൈബ്രോമോഫീനോൾ. Then the B session, answer any two questions from 25 to 27. 25 to 27 and each carries 30 scores. What is Van Hoff factor? And the second part of this one is the molar mass of benzoic acid measured from colligative property shows abnormal value. Explain. ഈ Van Hoff factor abnormality minimize ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടറാണ്. It is used to minimize the abnormality due to these colligative properties. Okay. While calculating the molar mass with the help of these colligative properties. ഈ അബ്നോർമാലിറ്റിയുടെ രണ്ട് കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡ്യൂ ടു അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. So it is to minimize that effect, association and dissociation effect during the calculation of these values. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടറാണ് Van Hoff factor എന്ന് പറയുന്നത്. And it is represented by I, small letter I. It is equal to normal molar mass by abnormal molar mass, or observed colligative property by calculated colligative property. Otherwise, it is very easy to find the value by dividing the total number of particles after association or dissociation. After association or dissociation divided by the number of moles before association or dissociation. So it is a ratio after and before. Okay. So that is Van Hoff factor. So it is to minimize the abnormality. And the second part, the molar mass of benzoic acid measured from colligative property shows abnormal value. Explain. Okay.
And if that molar mass is determined in presence of a solvent benzene, in benzene, benzoic acid molecule undergo dimerization. Benzoic acids രണ്ട് molecules കൂടിച്ചേരും. Okay, dimer ആയിട്ട് നിൽക്കും. So the number of particles decreases because colligative properties are depend on the number of particles. Since the number of particles decreases, their colligative properties may vary. So the value of molar mass obtained by the colligative measurement is abnormal. അതായത് ഒരു ബെൻസോയിക് ആസിഡിന്റെ മോളാർ മാസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഡൈമറൈസേഷൻ നടന്നതുകൊണ്ട് ഈ രണ്ട് മോളിക്യൂൾ ഒന്നിച്ച് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുകയും ഒരു പാർട്ടിക്കിളിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി മോളാർ മാസിലേക്ക് വരികയും ചെയ്യും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഇരട്ടി മോളാർ മാസുള്ള സാധനമായിരിക്കും ഇത് ഫംഗ്ഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ അബ്നോർമൽ ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, സോ if dimerization, this is association, this property is association. ഇത് അസോസിയേഷൻ ആണ് പ്രോപ്പർട്ടി. പക്ഷെ ഇതിന് പകരം നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് പോലത്തെ സബ്സ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ അവിടെ ഡിസോസിയേഷൻ ആണ് സംഭവിക്കുക. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ 1 മോൾ സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ 2 മോൾ പാർട്ടിക്കിൾസ് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും. 1 മോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് 2 മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അവിടെയും നമുക്ക് അബ്നോർമാലിറ്റി ഫീൽ ചെയ്യും. Then 26 one. Haloarenes are less reactive in nucleophilic substitution. Why? And what is Wurtzwittig reaction? Haloarenes are less reactive towards nucleophilic substitution reaction due to resonance, hybridization, instability of phenyl cation, and the repulsion between nucleophile and electron-rich nucleophile. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ 4 പോയിന്റുകളാണ് ഓർക്കേണ്ടത്. One is resonance. Due to this resonance, the carbon halogen bond become partially double bond. Or that shows certain partial double bond nature. It is because of the resonance effect. Second one is the hybridization of the carbon in that aromatic ring. That is sp2 hybridization to which that halogen is bonded. Right. Then third one, due to the instability of phenyl cation. Chlorine out to phenyl cation that is unstable. So SN2 does not occur. പിന്നെ റിപ്പൽഷൻ ആണ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ, ഇവയുടെ റിപ്പൽഷൻ ആണ്. ദെൻ ദ സെക്കൻഡ് വൺ, വാട്ട് ഈസ് വൂഡ്സ്വിറ്റിഗ് റിയാക്ഷൻ. വൂഡ്സ്വിറ്റിഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും വുഡ്സ് റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷനും കൂടി ചേർന്നതായിട്ട് കണക്കാക്കിയാൽ മതി ഇൻ പ്രസൻസ് ഓഫ് സോഡിയം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വൂഡ്സ്വിറ്റിഗ് റിയാക്ഷൻ എന്ന് പറയുക. സോ വെൻ എ മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അരൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈഥർ, an alkyl arene is formed. Alkyl arene ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വൂഡ്സ്വിറ്റിഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് വുഡ്സ് മാത്രമായിട്ടും ഫിറ്റിഗ് മാത്രമായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് മാത്രമായിട്ടോ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ് മാത്രമായിട്ടോ ആയിരിക്കും നമ്മൾ പറയാം. 27. Explain hydroboration oxidation of propene. What is Wurtzwittig? Hydroboration oxidation of propene. Propene ഡൈബോറൈനുമായിട്ട് റിയാക്ട് ചെയ്തത് B2H6. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ BH3 ആയിട്ടാണ് നമുക്ക് റിയാക്ഷൻ എഴുതാൻ സുഖം. ഓക്കെ, ആ റിയാക്ഷൻ പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൊപ്പീൻ പ്ലസ് B2H6 നമുക്ക് ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ കിട്ടും. ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ ഇറ്റ് ഈസ് ആൻ അഡീഷൻ പ്രോഡക്റ്റ്. ഇത് ദിസ് ആർ ഓക്സിഡേഷൻ ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ആൽക്കലൈൻ മീഡിയം ദാറ്റ് ഗിവ്സ് ആൻ ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ. That is hydroboration oxidation. 2 സ്റ്റേജിലാണ്. ഒന്ന് ഹൈഡ്രോബറേഷൻ വിത്ത് ഡൈബറൈൻ, സെക്കൻഡ് വൺ ഓക്സിഡേഷൻ വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് വുഡ് സ്പിരിറ്റ്? ദാറ്റ് ഈസ് മീഥൈൽ ആൽക്കഹോൾ CH3OH. Then part 4 section A, answer any 3 from 28 to 31. Each carries 4 scores. What are fuel cells? Explain the working of fuel hydrogen oxygen fuel cell. ഇവിടെ നേരത്തെ പറഞ്ഞ 2 പാർട്ട് തിരിച്ചറിയാം. മാത്രമല്ല അതിന് വേറെ പാർട്ടുണ്ട്, any 2 advantages of fuel cells. So fuel cells are galvanic cells which convert energy of combustion of fuels directly into electrical energy. ഈ എനർജി ഓഫ് കമ്പഷനെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. 2 റിയാക്ഷൻസ് അതിൽ പോസിബിൾ ആണ്, ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും. ആനോഡ് റിയാക്ഷനിൽ ഹൈഡ്രജൻ ആൽക്കലൈൻ മീഡിയത്തിൽ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നു. കാഥോഡിൽ ഈ ഇലക്ട്രോൺസ് ഓക്സിജൻ സ്വീകരിച്ചിട്ട്
ആൽക്കലി ആയിട്ട് OH മൈനസ് അയോൺസ് ഹൈഡ്രോക്സിൽ അയോൺസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് ഹൈലി ഇക്കോ ഫ്രണ്ട്ലി. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. it is eco-friendly or pollution-free. Since water is the only product from this reaction. മാത്രമല്ല ഈ സെല്ല് ക്യാൻ കണ്ടിന്യൂസ്ലി വർക്ക് ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. തുടർച്ചയായിട്ട് റിയാക്ടൻസ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ, ഹൈഡ്രജൻ ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിന് തുടർച്ചയായിട്ട് എനർജി തരാൻ കഴിയും. മാത്രമല്ല ദിസ് ഹാവിംഗ് വെരി ഹൈ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് സെൽസ്. വളരെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു തരം സെല്ലാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. ദെൻ 29 match the following. രണ്ട് ഭാഗം തന്നിട്ടുണ്ട്, പോളിമർ ആൻഡ് മോണോമർ. Okay, then there is a second part, what is vulcanization, how it enhances the properties of rubber. So നമുക്ക് match the following നോക്കാം. ഫസ്റ്റ് പാർട്ട് പോളിമർ ആണ്, സെക്കൻഡ് പാർട്ട് അതിന്റെ കറസ്പോണ്ടിങ് മോണോമർ ആണ്. ഹൈ ഡെൻസിറ്റി പോളിമർ HDP, that is ethylene. Okay, HDPE എന്ന് പറയുന്നത്. Then Teflon, tetrafluoroethene, PTFE. Proteins എന്നത് അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ്, ഇതാണല്ലോ അതിന്റെ ക്രമം. Then starch, D-glucose. The second part of the question, what is vulcanization and how it enhances the properties of rubber. Vulcanization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ സൾഫറുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നതിനാണ് vulcanization. It is the process of heating rubber with sulfur to about 5% and an appropriate additive at a temperature of 373 to 415 Kelvin, and that is known as vulcanization. It is heating with the sulfur, that is all. On vulcanization, sulfur can form cross links between the polyisoprene chains. Sulfur cross links are formed between the chains. Okay, that is monosulfuric or polysulfuric linkages may be there. Thus the rubber gets stiffened, and that is known as vulcanization. 30. Hydrolysis of sucrose is called inversion of sugar. Why? സുക്രോസിന്റെ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ഇൻവേർഷൻ ഓഫ് ഷുഗർ ആണ്. എന്തുകൊണ്ട്? സെക്കൻഡ് പാർട്ട്, why sucrose is called non-reducing sugar. Cane sugar on hydrolysis gives equimolar mixture of glucose and fructose. ഷുഗർ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസും ഡി മൈനസ് ഫ്രക്ടോസും, അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ് ഉണ്ടാകുന്നത്. സുക്രോസ് ആസ് സച്ച് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. Dextro means that light is deviated towards the right hand side. പക്ഷേ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഹൈഡ്രോളിസിസ് ഇറ്റ് ഗിവ്സ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഗ്ലൂക്കോസ് ആൻഡ് ലിവോ റൊട്ടേറ്ററി ഫ്രക്ടോസ്. ഈ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും രണ്ട് തരം ഡീവിയേഷൻസ് ആണ്. മാത്രമല്ല ഡിഗ്രി ഓഫ് ഡീവിയേഷൻസും ഡിഫറെന്റ് ആണ്. ഗ്ലൂക്കോസ് പ്ലസ് 52.5 ഡിഗ്രി ആണെങ്കിൽ ഫ്രക്ടോസ് മൈനസ് 92.4 ഡിഗ്രി ആണ്. അത് ഇറ്റ് ഈസ് മോർ ടുവേർഡ്സ് ലിവോ. ദ മിക്സർ ഈസ് ലിവോ റൊട്ടേറ്ററി. Okay, and so hence it is known as this inversion of cane sugar. Initially സുക്രോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഡെക്സ്ട്രോ ആയിരുന്നു. ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ റൊട്ടേഷൻ ലിവോ ആയി. അതുകൊണ്ടാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞത്. Then why sucrose is called non-reducing sugar? എന്തുകൊണ്ടാണ് സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കുന്നത്? സുക്രോസ് മോളിക്യൂൾ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഫ്രീ ആൽഡിഹൈഡിക് ഓർ കീറ്റോണിക് ഗ്രൂപ്പ്. ആൽഡിഹൈഡിക് കീറ്റോണിക് ഗ്രൂപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് അത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, not containing free aldehydic or ketonic group. Right. 31st question, explain the steps involved in leaching of bauxite and what is the role of cryolite in the metallurgy of aluminium. Leaching ഒരു chemical process ആണ്. Leaching of alumina from bauxite. Here the ore, that is alumina, Al2O3, which is the ore of aluminium. First it is powdered well, then it is concentrated, then it is washed with water like that. Then it is treated with sodium hydroxide, hot concentrated sodium hydroxide, for 523 Kelvin, 35 to 36 bar pressure. It can dissolve. The alumina dissolves in sodium hydroxide to form sodium aluminate, NaLH 4 times. Okay, leaving behind the impurities. You can separate that impurities by decantation or filtration, etc. And this aluminate solution, sodium aluminate solution, which is neutralized by carbon dioxide, and it is hydrated with a little amount of Al2O3. The solution is seeded with Al2O3, which induces a precipitation. We will get Al2O3 precipitate. So all the hydrated alumina, the aluminate,
that get precipitated. And the hydrated alumina is filtered. അങ്ങനെ കിട്ടിയ hydrated alumina എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക. Then dry, heat, you will get Al2O3, pure alumina. And that process is known as leaching. ആ പ്രോസസ്സിനെയാണ് leaching എന്ന് പറയാം. Cryolite is used to lower the melting point of bauxite and to increase the conductivity as well as to increase the concentration of aluminium. അലൂമിനിയത്തിന്റെ അളവും ഇതിൽ കൂട്ടാം, മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാം, കണ്ടക്ടിവിറ്റി കൂട്ടാം, അങ്ങനെ കുറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. B part, answer any one question from 32 to 33, each carries 4 scores. What is Brownian movement and what is the reason for this movement? Brownian movement എന്താണ്, അതിന്റെ റീസൺ എന്താണ്? Brownian movement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the zigzag movement of colloidal particles in the medium, the random movement of colloidal particles in the dispersant medium. And what is the reason? Because these particles collide with each other or with the medium. It is due to the unbalanced collision, bombardment of particles of the dispersed phase by the particles of the medium. That is the reason behind the Brownian movement. Zeolites are aluminosilicates of metals. Zeolites എന്ന് പറയുന്നത് metals in the aluminosilicates, which have honeycomb-like structure. They are used as phase selective catalysts in petrochemical industries. The question is, what are zeolites? Write its use. Zeolites are microporous aluminosilicates. They are microporous aluminosilicates. Okay, they are aluminosilicates in general. They having cage-like structures, and these cage-like structures are used as shape selective catalyst. Right? ZSM5 is an example for this in petrochemical industry. Distinguish between anionic and cationic detergents with example. What are broad spectrum antibiotics? Give example. Cationic, anionic detergents. Anionic detergents are sodium salts of sulfonated long chain alcohols or hydrocarbons. Sodium salts of sulfonated long chain alcohols or hydrocarbons. The anionic part of the molecule is involved in the cleansing action. Okay. Sodium salt of alkyl benzene sulfonate. ആ പേര് തന്നെ നമുക്ക് ഓർത്താൽ അതിന്റെ ഡെഫിനിഷൻ കിട്ടും. Sulfonated long chain alcohols or hydrocarbons. Cationic detergents are quaternary ammonium salts. They are quaternary ammonium salts of amines with chlorides, bromides or acetates. Here the cationic part is responsible for the cleansing action. Anionic is the anionic part of the cationic part. Example, cetyl, trimethyl, ammonium bromide. The quaternary ammonium salt ആണ് ഓർക്കുക. What are broad spectrum antibiotics? Broad spectrum antibiotics are the antibiotics which kill or inhibit the growth of a wide range of gram-positive and gram-negative bacteria. നശിപ്പിക്കുകയോ അവയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയെ തടസ്സപ്പെടുത്തുന്ന, കൊല്ലുന്ന, വളർച്ചയെ തടയുന്ന ആന്റിബയോട്ടിക്സിനെയാണ് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ആംബിസിലിൻ, അമോക്സിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, വാങ്കോമൈസിൻ, ഓഫ്ലോസാസിൻ etc. are examples for this. Then part 5. Answer any 2 from 34 to 36 and each carries 6 scores. What are the major steps involved in the contact process for the manufacture of sulfuric acid? What are interhalogen compounds? Give 2 examples. PCl3 fumes in moist air. Why? 3 questions ആണ്. 3 തരത്തിലുള്ള സ്കോർസ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. What are the major steps involved in contact for the manufacture of sulfuric acid? Contact process എന്ന് പറഞ്ഞാൽ sulfuric acid, sulfur burns to sulfur dioxide oxidizes to sulfur trioxide in presence of vanadium pentoxide. Then sulfur trioxide with sulfuric acid gives oleum, then dilution of oleum to sulfuric acid. These are the steps involved in this one. And the second part of this is what are interhalogen compounds and give 2 examples. Interhalogen compounds la പേരിൽ തന്നെ ഉണ്ട്. They are compounds formed by the combination of different halogen atoms. Okay, Cl and F, chlorine and fluorine, ClF. Okay, IF7, another example. Right. Then the third part, PCl3 fumes in moist air. Why? PCl3 react with moisture, which forms fumes of HCl gas. PCl3 H2O അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ HCl fumes ഉണ്ടാവും. That is why it fumes in air.
What is Rosenmann's reduction reaction? Give the aldol condensation product of CH3CHO. Which is the strongest acid? Acetic acid, fluoroacetic acid, or fluoroacetic acid? Justify. Rosenmann reduction is the reduction of acid chlorides in presence of palladium supported by barium sulfate. PD bar BaSO4. Palladium supported by barium sulfate. ഇതാണ് Rosenmann's reduction. RCOCl, that is acid chloride, acyl halide with hydrogen. Right. Then give aldol condensation product of CH3CHO. Aldol condensation product of CH3CHO. CH3CHO, the condensation of two molecules of CH3CHO in presence of dilute alkali to form aldol, that is 3-hydroxybutanol in this case. It can give out one molecule of H2O to form but2-enol, that is the crotonaldehyde. Then which is the strongest acid among this one? That is fluoroacetic acid. 36 one, give the UPSC name of CONH3 5 times BrSO4, NiCO4 times. Explain the linkage isomerism with example. Represent the geometrical isomer of CONH3 4 times Cl2. In the first part, IUPAC name of CONH3 5 times BrSO4. So as per the rule, we can name this as pentamine and M വേണം amine. Bromido, Br negatively charged ആയതുകൊണ്ട് bromido. Cobalt 3 sulfate. Then nickel NiCO4 times tetracarbonyl nickel 0. ഇവിടെ nickel oxygen state 0. Second part, linkage isomerism, where coordination compounds containing ambidentate ligand, which can bind to the central atom through more than one donor atoms. Example, CONH3 5 times ONOCl2. Similarly, CONH3 5 times NO2Cl2. Because this NO2 can act as an ambident ligand. Then represent geometrical isomer of CONH3 4 times Cl2. These are the two structures of the geometrical isomers. And the first one, where the Cl are on the same side, that is cis isomer, and the other one, the Cl are on the opposite side, that is trans isomer. So ഇത്രയും ക്വസ്റ്റ്യൻസും ഇവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഏതാണ്ട് 100ഓളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടായി. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇവയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യോത്തരങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.